സംഘാടകൻ സബിത ക്ഷണിച്ചപ്പോൾ ആദ്യം ഞാനൊന്ന് മടിച്ചു, ഇതിന് വരണോ എന്നത്. പിന്നെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ, ആ സൗഹൃദത്തിന്റെ മുമ്പിൽ ഞാൻ വരാൻ തീരുമാനിക്കുകയായിരുന്നു. ആ വന്നപ്പോ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വൈബ്, നിങ്ങളുടെ പോസിറ്റിവിറ്റി അത് വളരെ മികച്ചതായിരുന്നു. ഇതാണ് ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിന്റെ അധ്യക്ഷ പ്രസംഗമാണ്. മിനിസ്റ്റർ അടക്കം സൂചിപ്പിച്ചു. ഞാൻ വിചാരിച്ചിട്ടില്ല ഇനി ഞങ്ങളൊക്കെ എന്ത് പറയണമെന്നുള്ളത്. നിങ്ങളുടെ കൈക്കുമ്പിളിൽ സാധാരണ ഇനി ഞങ്ങളൊക്കെ പറയുന്നത് കാപ്പബിലിറ്റിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് വിസിബിലിറ്റിയാണ്. എന്താണ് വിസിബിലിറ്റി? ഇവിടെ വിദ്യാർത്ഥി ആളുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാത്തിനേക്കാളും ഉപരി 4 C ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒന്ന് ക്ലോസിംഗ് സ്കിൽ, രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ക്ലാരിറ്റി വേണം. ഇത് 4ഉം ഇന്ന് ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, നിങ്ങളുടെ വിരൽത്തുമ്പിനുള്ളിൽ ലോകം നിങ്ങളുടെ കയ്യിലാണ്. ഈ ലോകം നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോൾ സമകാലിക പ്രശ്നങ്ങൾ, ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന് മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് മിനിസ്റ്റർ എന്താണ് വന്നത്? കാരണം മാധ്യമങ്ങൾക്കപ്പുറം ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ ചുമതല അവരുടെ ഭാഗത്തു നിന്നുള്ള ലോകത്തിന് കയ്യെത്തും ദൂരത്ത് അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഈ ലാസ്റ്റ് മോഹൻലാൽ സാറിന്റെ പടം നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എത്രമാത്രം ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് സ്വാധീനിക്കുന്ന ഒന്ന് ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ അവരുടെ ഓരോ വാക്കും അവർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞ അവസാനിക്കും. ഇവിടെ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള 3 ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒന്ന്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഹെൽത്തില്, അതേപോലെ തന്നെ നിങ്ങളുടെ നോളജില്, അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ബന്ധങ്ങളിൽ നല്ലൊരു സുഹൃത്ത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. നല്ലൊരു റിലേഷൻഷിപ്പ് കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മൂന്നാമത്തേതാണ് ഇൻവെസ്റ്റ് ഇൻ നിങ്ങളുടെ വായനയിൽ. നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡാണ്, അല്ലെങ്കിൽ മൈൻഡിന് ഏറ്റവും ആവശ്യം. ഒരു ദിവസമെങ്കിലും 10 മിനിറ്റെങ്കിലും നിങ്ങൾ വായിക്കണം. ഈ 3 കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഈ മനോഹരമായ ഈ ഡ്രീമേഴ്സ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനും നിങ്ങളുമായി സ്നേഹം പങ്കുവെക്കാനും കഴിഞ്ഞ്